ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പഞ്ചാബി സ്റ്റൈലിലെ ദാൽ തടക്കയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പിയാണ്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ജീര റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദാൽ തടക്ക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പഞ്ചാബി സ്റ്റൈലിലെ ദാൽ തടക്ക എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമുക്ക് ഒരു അര കപ്പ് സാമ്പാർ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തോരപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അര കപ്പ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു 2-3 തവണ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപ്പ് ഇവിടെ വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് വാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒരു 10 to 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലോട്ട് നമ്മുടെ ഈ ഒരു പരിപ്പും വെള്ളവും കൂടെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു 5 to 6 വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പരിപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സ്പൂൺ വെച്ച് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളൂ കേട്ടോ. അധികം ഒന്ന് സ്മാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള താളിക്കലും ആ പരിപാടിയിലോട്ട് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യ് ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരിപ്പ് തയ്യാറാക്കുമ്പോൾ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. എന്നാലേ ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീരകം നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 10 to 15 നമ്മുടെ വെളുത്തുള്ളി തീരെ നൈസായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് ജസ്റ്റ് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഒരു 2 പച്ചമുളക് ഞാൻ ഒന്ന് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു, അതായത് സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കുഞ്ഞ് നമ്മുടെ സവോള, അതായത് ഒരു 2 to 3 ടേബിൾ സ്പൂൺ കാണും കേട്ടോ. അത് തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് സവോളയും ഈ ഒരു നമ്മുടെ വെളുത്തുള്ളിയും ഇതെല്ലാം നല്ല വഴണ്ട് വന്നതിന് ശേഷം ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 to 3 വത്തലമുളക് നമുക്കൊന്ന് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വത്തലമുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ വക എല്ലാം വഴറ്റി കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ വത്തലമുളകും പച്ചമുളകും ആഡ് ചെയ്തുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ സ്വാദനുസരിച്ച് ചേർത്തോളൂ. ഇനി നന്നായിട്ട് ഈ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ നമ്മുടെ തക്കാളിക്ക തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തക്കാളിക്ക നന്നായിട്ടൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിക്ക എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ കുക്കറിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്, ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ബോയിലായി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പഞ്ചാബി സ്റ്റൈലിലെ പരിപ്പ് കറിയുടെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം റെഡി ആയിട്ടുണ്ട്. സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി നോക്കിക്കോളൂ. നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം നമ്മുടെ ജീര റൈസിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദാൽ കറിയാണ്. അപ്പം ഈ ഒരു പഞ്ചാബി സ്റ്റൈലിലെ നമ്മുടെ ദാൽ തടക്ക തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട്
ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.